welcome back to Manju's Purple Kitchen. ഇന്നത്തെ സ്പെഷ്യൽ ഹോം മെയ്ഡ് ഡോണറ്റ്സ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഡോണറ്റ്സ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം നമ്മൾ യമ്മി ചോക്ലേറ്റ് ഡോണറ്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഈസ്റ്റ് യൂസ് ചെയ്യാം. അത് പക്ഷേ ആദ്യം ഒന്ന് ഫെർമെൻറ്റേറ്റ് ചെയ്തിട്ട് മാത്രമേ ഇതിൽ ആഡ് ചെയ്യാവൂ. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്തു, സോൾട്ട് ആഡ് ചെയ്തു, അതുപോലെ ബട്ടർ ആഡ് ചെയ്തു, പിന്നെ അല്പം ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്തു. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ഒരു ക്രംബിൾ രൂപത്തിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം അതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ വാം മിൽക്ക്, അല്പം ചൂടോടുകൂടി, ചൂട് എന്ന് പറയാൻ പറ്റില്ല, വാം മിൽക്ക് ഉപയോഗിച്ച് ഞാനിവിടെ ഒരു സോഫ്റ്റ് ഡോ ആക്കി ഈ ഒരു മൈദ മാറ്റാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഡോ റെഡിയായി. സൂപ്പർ സോഫ്റ്റ് ഡോ ആണ്. നമുക്കിത് റൈസ് ചെയ്യാൻ വെക്കണം. ഒരു 2 മണിക്കൂർ ഇത് അടച്ചു വെച്ച് നമുക്കിത് റൈസ് ചെയ്യാൻ വെക്കാം. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും നമ്മളെ ഈ ഡോ. ഒരല്പം ഒലീവ് ഓയിലോ ഏത് ഓയിലും, കോക്കനട്ട് ഓയിൽ വെച്ച് ബാക്കി ഏത് ഓയിൽ വെച്ചും ഒന്ന് തടവി കൊടുത്ത് നമുക്കിത് അടച്ചു വെക്കാം. 2 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളെ ഡോ നല്ലോണം റൈസായി വന്നിട്ടുണ്ട്, ഡബിളായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് നല്ലോണം ഒന്ന് കുഴയ്ക്കാം, നല്ലോണം നീഡ് ചെയ്യാം. അഥവാ നമ്മൾ ഡോ ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ അല്പം മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്കിതൊന്ന് നല്ലോണം നീഡ് ചെയ്യാം. ഒരു 15-20 മിനിറ്റ്സോളം ഞാൻ ഈ ഡോ നല്ലോണം നീഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു സിൽക്കി സ്മൂത്ത്, തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത്രയും ഒരു സ്മൂത്ത് ആകുന്നത് വരെ നല്ലോണം ഞാനിത് നീഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഒരു 10-15 മിനിറ്റോളം ഞാൻ നീഡ് ചെയ്തു. ഇതിപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഒരു പോർഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പം അടുത്ത പോർഷൻ നമ്മളത് കവർ ചെയ്ത് വെക്കണം. ഈസ്റ്റുള്ളതുകൊണ്ട് അതിങ്ങനെ റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ കവർ ചെയ്ത് വെക്കണം. നമുക്ക് ഈ ഒരു പോർഷൻ നമുക്കൊന്ന് ഫ്ലാറ്റ് ചെയ്യാം. അതിന് നമുക്കൊന്ന് പരത്താം. കുറച്ച് മൈദ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്താം. പക്ഷെ നല്ല തിന്നാവരുത്, കുറച്ചൊരു തടി രൂപത്തിൽ വേണം നമ്മളിത് പരത്താൻ. ഈ ഒരു തിക്നെസ്സാ പാടുള്ളൂ. നമ്മളത് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോട്ടിലിൻ്റെ മൂടി വെച്ചോ അല്ലെങ്കിൽ നമ്മൾ ഡോണറ്റ് കട്ടർ ഉണ്ടാവും, അത് വെച്ചോ എന്ത് വേണമെങ്കിലും വെച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. എൻ്റെ അടുത്ത് ഡോണറ്റ് കട്ടർ ഇല്ല, സോ ഞാനൊരു ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതിന് ശേഷം ഇതിൻ്റെ നടുവിലുള്ള ഹോളാക്കാൻ വേണ്ടി ഞാൻ നോസിൽസാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി പൈപ്പിംഗ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നോസിൽസാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഉൾവശമുള്ള ഈ ഒരു പോർഷൻ കൂടെ ഞാൻ ഡോണറ്റ് ആക്കുന്നുണ്ട്. മിനി ഡോണറ്റ് ആക്കിയിട്ട് അതും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും വേണ്ടി നോസിലിൻ്റെ ഫ്രണ്ട് വശം ഉപയോഗിച്ചാണ് അതിൻ്റെ നടുവിൽ ഒരു ഹോള് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഷേപ്പായി വന്നിട്ടുണ്ട്. നമ്മളെ ഡോണറ്റ് ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂറൊന്ന് ഒരു വെറ്റ് ക്ലോത്ത് വെച്ച് മൂടി വെക്കാം. അപ്പോൾ അത് പിന്നെയും റൈസ് ചെയ്തിട്ടുണ്ട്. 1/2 hour കഴിഞ്ഞു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് ഇവിടെ ഓവനിലല്ല, സ്റ്റൗ ടോപ്പാണ് ഡോണറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിനായി ഇവിടെ നല്ലൊരു അടിവശം നല്ല കട്ടിയുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിലും ചൂടായി വന്നു. അതിന് ശേഷം ഞാനത് മീഡിയമിലേക്ക് ഫ്ലെയിം ആക്കി വെച്ചു, ലോ മീഡിയം ഫ്ലെയിമിലേക്ക്. കാരണം ഇത് ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ളൊരു ഡോ ആണ്, അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഉൾവശവും കൂടെ വേവണമല്ലോ, നമ്മൾ കുക്കാവണമല്ലോ. സോ അതുകൊണ്ട് ഞാനത് ഫ്ലെയിം മീഡിയത്തിലാക്കി. മറ്റേ ഹൈയിലാണെങ്കിൽ
അത് പെട്ടെന്ന് തന്നെ പെർമിഷൻ കരിഞ്ഞു പോകും. അതുകൊണ്ട് കുക്ക് ആവാൻ വേണ്ടി ഞാനത് മീഡിയത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ്, ഒരു 10 മിനിറ്റ് എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇതേപോലെ നമ്മളെ മിനി ഡോണറ്റ്സും ഇതുപോലെ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. മിനി ഡോണറ്റ്സ് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കുക്ക് ചെയ്യും. കുഞ്ഞായതുകൊണ്ട് പെട്ടെന്ന് കുക്കാവും. അധികം കുക്കായി പോയാൽ അതൊരു ബിസ്ക്കറ്റ് പോലെ ഹാർഡായി പോവും. സോ അത് ശ്രദ്ധിച്ചിട്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒരു അല്പം ഹൈയിലല്ലെങ്കിലും മീഡിയം ഹൈൻ്റെ ഒരു മിഡിൽ നമുക്ക് വെക്കാം. ഇത് വേഗം തന്നെ കുക്കായി കിട്ടും നമുക്ക്. അപ്പോൾ ഇപ്പോൾ ഇതും കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് റെഡിയാക്കാം. അതിനായി ഞാനിവിടെ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് ഷ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂണോളം ചോക്ലേറ്റ് സിറപ്പും കൂടി ഇതെല്ലാം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ഈ ചോക്ലേറ്റ് സിറപ്പ് ഞാൻ അതിൽ ഒഴിക്കുന്നത് ഓപ്ഷനിലാണ് കേട്ടോ, അത് ആവശ്യമില്ല. ഞാനതൊരു ഡബിൾ ചോക്ലേറ്റ് എഫക്റ്റ് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് ഒഴിക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം ഇത് അഥവാ നല്ലോണം തിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ പാൽ ആഡ് ചെയ്തൊന്നും കൂടെ മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓരോ ഡോണട്ടും അതിലേക്ക് ഡിപ്പ് ചെയ്ത് നമുക്കത് വയർ റാക്കിൽ അതൊന്ന് ഹാർഡാവാൻ വേണ്ടി വെക്കാം. ഇതുപോലെ എല്ലാ ഡോണറ്റ്സും പ്രിപ്പയർ ചെയ്ത് ഞാനിവിടെ വയർ റാക്കിൻ്റെ മുകളിൽ സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗാലക്സിയാണ്. അത് പുറത്ത് വെച്ചാൽ തന്നെ അലിഞ്ഞു പോകും, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അത് ഒന്നൊരു സ്പ്രിങ്കിൾ ചെയ്ത ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു സൈഡ് കുഞ്ഞായി കട്ട് ചെയ്തിട്ട് അതിനെ കൊണ്ടൊന്ന് ഡിസൈൻ ചെയ്യാം. ഒരു 4 ഡോണറ്റ്സ് ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ വെർമിസെല്ലി, നമ്മൾ ചോക്ലേറ്റ് വെർമിസെല്ലി അത് സ്പ്രിങ്കിൾ ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിതിവിടെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തതേ ഉള്ളൂ. ബാക്കിയുള്ളത് ചോക്ലേറ്റ് വെർമിസെല്ലി വെച്ചിട്ട് ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഈ വൈറ്റ് ചോക്ലേറ്റിന് ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ റെഡ് കളറും ആഡ് ചെയ്ത്, റെഡിലെ പിങ്ക് കളർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം. ഞാനിവിടെ റെഡാണ് ആഡ് ചെയ്തിട്ടുള്ളത്, റെഡ് ഫുഡ് കളറാണ്. അപ്പോൾ അത് ആഡ് ചെയ്തു. അതും ഇതുപോലെ ഡിപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെച്ചു. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ അല്പം കളർ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഡോണറ്റ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഡോണറ്റാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകുന്ന ഡോണറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് വളരെ സേഫാണ്. അതുപോലെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. ഈ ഒരു ഡോണറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.